എൻ്റെ പേര് ഫ്രീഡ ജിറ്റു. എറണാകുളം ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഫെബ്രുവരി 2 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ആദ്യമായി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഒരു 3 പുതുക്കൽ വരെയും എനിക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താണ് എല്ലാവർക്കും പെട്ടെന്ന് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം കിട്ടണില്ല. ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്, രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് മാത്രമൊന്നും കിട്ടണില്ല. എൻ്റെ കുറവ് എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ഞാൻ പിന്നെയും ഉടമ്പടി പുതുക്കാനായിട്ട് വരും, പ്രാർത്ഥിക്കും, പിന്നെയും പോകും. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ കിട്ടുന്ന പത്രങ്ങളൊക്കെ കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു എനിക്ക്. ഞാനത് കൊണ്ടുപോകും, അലമാരിക്കകത്ത് പൂട്ടി വെക്കും, ആർക്കും കൊടുക്കൂലായിരുന്നു. ഭയങ്കര നാണക്കേട് പോലെയായിരുന്നു എനിക്കതൊക്കെ കൊടുക്കണത്. പിന്നെ എനിക്ക് മനസ്സിലായി, അത് കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ തുടങ്ങി. ഓരോ വീട്ടിലും കയറുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി അവരോട് ഞാൻ മാപ്പ് പറയും. ഞാൻ ഇത്രയും നാളും കൊടുക്കാഞ്ഞത് എൻ്റെ തെറ്റുകൊണ്ടാണ്, നിങ്ങളെന്നോട് ക്ഷമിക്കണം, മാതാവിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവരോട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കും. തിരിച്ചിറങ്ങുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലും. ആ പത്രം കൊടുത്ത് പിറ്റേ ദിവസം മുതലേ എനിക്ക് അത്ഭുതങ്ങൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങി. ഒന്നാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ വീടിൻ്റെ പണി, ഒരു 40 വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു. വീടൊരു പുതുക്കി പണിയണമെന്നാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടി വെച്ചത്. എവിടെ നിന്നാണെന്നറിയില്ല, പഞ്ചായത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് വീടിന് അനുവദിച്ച് 4 ലക്ഷം രൂപ ലോൺ കിട്ടി. ഒരുപാട് പേര് കാശിന് സഹായിച്ച് 1 രൂപ പോലും കടമെടുക്കേണ്ടി വരാതെ തന്നെ വീടിൻ്റെ പണി ഒരു വർഷത്തിനുള്ള 4ാമത്തെ പുതുക്കൽ തീരണതിന് മുമ്പ് തന്നെ നമുക്ക് വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ വെച്ചത് എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ട് ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും, ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല, വിവാഹം നടക്കൂല എന്നൊരു സാഹചര്യം വരെ വന്നിട്ടുണ്ട്. അതും പെട്ടെന്നൊരു ദിവസം കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ആളുടെ വീട്ടുകാരും ഒക്കെ തീരുമാനിച്ച ഡേറ്റിൽ തന്നെ വിവാഹം നടക്കുക, ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോകുക എന്നൊരു ഇത് വന്നു. അതും ഉടമ്പടി പത്രം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം മുതലാണ്, ഈ ഒരാഴ്ചക്കുള്ളിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. വിവാഹം തീരുമാനിച്ചുറപ്പിച്ച 2023 ഫെബ്രുവരി 19 വിവാഹം നടന്ന്. വിവാഹം നടക്കാനായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ചയാണ് കല്യാണമെങ്കിൽ ചൊവ്വാഴ്ച സ്വർണ്ണം എടുത്തിട്ടില്ല, ഡ്രസ്സില്ല, ഒന്നിനും കാശ് ശരിയായിട്ടില്ല. 4ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ അച്ഛനോട് കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിൻ്റെ വീട്ടിലേക്ക് ഓവർഫ്ലോ ആയിട്ട് കാശ് ഒഴുകി വരും, നീ ധൈര്യമായിട്ട് പോയിക്കോ, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് കയറി ഒരു 16 വർഷമായിട്ട് വിൽക്കാൻ പറ്റാതെ ഒരു 10 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അത് എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് മേടിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും നമുക്കത് തീർപ്പാക്കി കിട്ടണുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് ചെന്ന് വീട്ടിൽ കയറലും എൻ്റെ ഫോണിലേക്ക് ഇന്നേ വരെയും ഈ സ്ഥലത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒന്നിനും വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് എൻ്റെ ഫോണിലേക്ക് കോൾ വരെയാണ്. നമുക്ക് നാളെ തന്നെ ആധാരം എഴുതാം, മുഴുവൻ എമൗണ്ടും അക്കൗണ്ടിലേക്ക് ഇടാം, നാളെ തന്നെ പറ്റും, നിങ്ങളുടെ സൗകര്യം എന്നാണോ അന്ന് പറഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ സ്ഥലം വിൽക്കാനും കാശ് മൊത്തം അക്കൗണ്ടിലേക്ക് കയറിയും ആ കാശ് കൊണ്ടാണ് നമ്മൾ കല്യാണത്തിനുള്ള കാര്യങ്ങളെല്ലാം നടത്തുകയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിക്ക് വയറിൽ ക്യാൻസർ വന്നു. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉപ്പ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവർ ഹിന്ദുക്കളാണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതവർ ചെയ്ത് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ പറഞ്ഞ്, അങ്ങനെ ഒരു ക്യാൻസർ വയറ്റിലില്ല, അമ്മച്ചി ധൈര്യമായിട്ട് പോയിക്കോ, അത്യാവശ്യം കുറച്ച് മെഡിസിൻ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു വിട്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയുടെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആവുകയാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് എല്ലാവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞൊക്കെ എങ്ങനെയാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു. അപ്പോൾ വയ്യാണ്ട് കോളേജിൽ നിന്ന് പോണതാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാതാവ്, ഞാനിപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ്റെ ബുദ്ധിമുട്ടാണ്, മാതാവ് തന്നതാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തിരികെയും ഒരു ചേച്ചി എനിക്ക് ഉടമ്പടി കൃപാസനം പത്രം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരണം. ഇന്നേ വരെ എൻ്റെ കയ്യിൽ അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ആരും എൻ്റെ കയ്യിലേക്ക് പത്രം തന്നിട്ടില്ല. ആദ്യമായിട്ടൊരു ചേച്ചി എൻ്റെ കയ്യിൽ പത്രം തന്നിട്ട് പറയണേണ്,
മാതാവ് മോൾ അനുഗ്രഹിച്ചിട്ടുണ്ട്, മോൾ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിലും മാതാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഞാൻ അതിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി. പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് 2 പ്രഗ്നൻസി ആണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ പറഞ്ഞ് 100% ഇത് യൂട്രസിലല്ല, 2 പ്രഗ്നൻസി ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ട്യൂബിൽ വല്ല സിസ്റ്റം എന്തെങ്കിലും ആയിരിക്കാം, അതുകൊണ്ടും ഇത് പ്രഗ്നൻസി പോസിറ്റീവ് കാണിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് തന്നതാണെന്നൊരു അടയാളം കാണിച്ചു തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ വേണം, എനിക്ക് വേണം, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ആ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയില്ല, വേറെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, 100% യൂട്രസിൽ തന്നെയാണ്, ഒരു കുഴപ്പമില്ലാത്ത പ്രഗ്നൻസിയാണ്, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ച് അതോടെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ സാധാരണ ആർക്ക് ആദ്യത്തെ 1 മാസത്തിൽ സ്കാൻ ചെയ്താൽ പിന്നെ 3-ാം മാസമായിരിക്കും സ്കാൻ ചെയ്യണത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, 3-ാം മാസം വരെ ഒരു 6 സ്കാനിങ് എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. ആഴ്ചയിൽ ബ്ലീഡിങ് ആവും, പോകും, എന്താ കാര്യമൊന്നും അറിയാൻ പാടില്ല. ഹോസ്പിറ്റലിൽ ചെല്ലും, സ്കാൻ ചെയ്യും, കുഴപ്പമൊന്നുമില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല, പൊയ്ക്കോ എന്ന് പറയും. 6-ാമത്തെ പ്രാവശ്യമായപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റൽ ഇതായി, ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് സ്കാൻ 7-ാമത്തെ സ്കാനിങ്ങിൽ പറഞ്ഞ് പ്ലാസൻ്റെ താഴത്താണ്, അതുകൊണ്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത്, നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. അത് ഒരു 8-ാം മാസം വരെ ഞാൻ ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ച് അതോടെ കഴിഞ്ഞ് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മുന്നോട്ട് പോയിക്കോളും, അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 5-ാം മാസം സ്കാനിങ്ങിൽ പറയണേണ് കൊച്ചിൻ്റെ ബ്രെയിനിൻ്റെ ഭാഗത്തായിട്ട് 2 സിസ്റ്റ് കാണുന്നുണ്ട്, റിമൂവ് ചെയ്യേണ്ടി വരും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, മുന്നോട്ട് കൊണ്ടുപോയാലും എത്ര നാൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടും, ജനിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് തന്നതാണെന്ന് എനിക്ക് അടയാളം കാണിച്ചു തന്നേക്കണല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മാതാവ് എനിക്ക് തന്നെ. ഞാൻ സ്കാൻ ചെയ്യാൻ പോണ സമയത്തൊക്കെ കൊന്ത ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, സ്കാൻ ചെയ്യണ സമയത്തും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ശരിക്കും അതിൻ്റെ റിസൾട്ട് പിറ്റേ ആഴ്ച അതിൻ്റെ റിസൾട്ട് അറിയുള്ളായിരുന്നു. പക്ഷേ ഞാൻ പോണ വഴിക്കും സ്കാനിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഇന്ന് തന്നെ എങ്ങനെ വന്നാലും ഇതിൻ്റെ റിസൾട്ട് അറിയണം എന്ന് പറഞ്ഞ്, റിസൾട്ട് വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവരുത്, 5-ാം മാസം സ്കാനിൽ സിസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അതും ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അന്ന് തന്നെ എനിക്ക് അവിടുത്തെ ഡോക്ടറും പിന്നെ എൻ്റെ ഒരു ആൻറ്റി സിസ്റ്ററാണ്, അവിടുത്തെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് പറഞ്ഞ് 5-ാം മാസം സ്കാനിങ്ങിൽ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും 4D സ്കാനിങ്ങിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട, ആക്റ്റീവായിട്ടുള്ള കുഞ്ഞ് തന്നെയാണ്, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, ഇനി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച്. 7-ാം മാസം സ്കാനിങ് ചെന്നപ്പോൾ പറഞ്ഞ് ഫ്ലൂയിഡ് കൂടുതലാണ്, പ്രീമച്വർ ബേബി ആയിരിക്കുള്ളൂ, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് 9-ാം മാസം വരെയെങ്കിലും എങ്ങനെയെങ്കിലും എത്തിച്ച് തന്നെ മാതാവി എന്ന് പ്രാർത്ഥിച്ച്. 9-ാം മാസം വരെ കറക്റ്റ് 9-ാം മാസത്തിലേക്ക് കയറി ആ ആഴ്ചയിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ലേബർ റൂമിൽ കയറി ഒരു 8 മണിക്കൂറോളം പെയിൻ വന്നിട്ട് നമുക്ക് നോർമൽ ഡെലിവറി നടക്കണില്ല. അപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ ഇവർ കാണാതെ കൊന്തയിൽ കാശ് രൂപം കൊണ്ടുപോയിട്ട് തലോൻ്റെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഡെലിവറി നടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ഫ്ലൂയിഡ് പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ പറയുകയാണ് 70% ഫ്ലൂയിഡായിരുന്നു, 30% മാത്രമേ കുഞ്ഞിൻ്റെ ഇത്. അപ്പോൾ വെയിറ്റ് എന്തോരം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5 കിലോ ഉണ്ടെങ്കിൽ ഭാഗ്യം, NICU ഇടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കാശ് രൂപം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് 2.5 കിലോ വെയിറ്റ് വേണം, അതിനകത്ത് കുറയാനും പാടില്ല കൂടുകയും വേണ്ട, 2.5 കിലോ വെയിറ്റ് എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് വാശി പിടിച്ച് പ്രാർത്ഥിച്ചെന്ന് പറയാം. നോർമൽ ഡെലിവറി നടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞ് സിസേറിയൻ ചെയ്ത് ഒരു 3:20 ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ പുറത്തെടുത്ത്, പെൺകുഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു കൊച്ചിന് എത്ര വെയിറ്റ് ഉണ്ട് ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊച്ചിന് 2,800 ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, NICUലൊന്നും ഇടണ്ട, നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല സുന്ദരി ഭാവിയാണെന്ന് പറഞ്ഞ്. അത് മാതാവിന് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചന് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സോഡിയം കുറഞ്ഞിട്ട് ഒട്ടും ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ കാണാൻ ചെന്നപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്നു വെച്ചാൽ കാശ് രൂപം കഴുത്തിലിട്ട് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് 3 ദിവസത്തിനുള്ളിൽ ആൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോരാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ മാപ്പ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് മടിയായി. ആൾക്കാർ കണ്ടാൽ എന്തു പറയും, അങ്ങനെയൊക്കെയുള്ളൊരു മടി വന്ന്. പിന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലണില്ല, ഒരു അഹങ്കാരം വന്ന്, എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലേ ഇനി എന്തിനാന്നുള്ളൊരു അഹങ്കാരം വന്ന്. അപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നെ തിരിച്ചടിയാവാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ മനസ്സിലാ ചിന്ത വന്നോ അന്ന് മുതൽ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി.
അപ്പോഴും അപ്പോഴും മാതാവിനെ പറ്റി ചിന്തിക്കണില്ല. മാതാവ് ഉണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് എനിക്ക് ഇവിടെ വരെ എത്തിയതെന്ന് ഞാൻ ചിന്തിക്കണില്ല. എന്നെക്കൊണ്ട് പറ്റണതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വഴക്ക് മാറ്റാനും പ്രശ്നങ്ങൾ തീർക്കാനൊക്കെ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിലും പരിധി ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഒന്നും പറ്റാണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ച്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, ഉടമ്പടി എടുത്ത് മാതാവാണല്ലോ എനിക്കെല്ലാം സാധിച്ചു തന്നെ, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കണേ, മാതാവിൻ്റെ അടുത്ത് പോയാൽ പോരെ എന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞിനപ്പോൾ 2 മാസം ആയിട്ടുള്ളൂ. മാമുദീസ കഴിഞ്ഞിട്ടില്ല, നമുക്ക് മാമുദീസ ചെയ്യാതെ പള്ളിയിൽ കയറാൻ പാടില്ല. ഞാൻ അങ്ങനെ ഇത് അന്ന് ഞാൻ രാത്രി സ്വപ്നം കാണണേണ്. മാതാവിനോട് പറയണേണ്, നീ കൃപാസനത്തിലേക്ക് വാ, നിനക്ക് മാതാവ് ഉണ്ടല്ലോ കൂടെ, പിന്നെ നീ എന്തിനാ പേടിക്കണേ എന്ന് ചോദിക്കണത്. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞാൽ കാണിക്കണേ. അപ്പോൾ ഒരു വൈറ്റ് സാരി ഉടുത്ത് മാതാവ് ഈ മുഖത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ അമ്മനോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് തന്നെ പള്ളി കയറ്റണ ചടങ്ങ് കഴിച്ചു. അപ്പോൾ നമുക്ക് അത്യാവശ്യം പള്ളികളിലൊക്കെ പോകാമല്ലോ. പള്ളി കയറ്റണ ചടങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് 5ാമത് പുതുക്കി. അപ്പോഴും സാക്ഷ്യം പറയണമെന്ന് ഞാൻ ചിന്തിക്കണില്ല, സാക്ഷ്യം പറയണില്ല, ഞാൻ പുതുക്കി പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ടോക്ക് കേൾക്കണത്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഉടമ്പടി എടുത്തിട്ട് മാറാതെ വന്നത് മാതാവ് നമ്മളിൽ നിന്ന് വേറെ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. അത് എന്താണെന്ന് മാതാവിനോട് നമുക്ക് വെളിപ്പെടുത്തി തന്നെ അതുവരെ സങ്കടങ്ങളും ക്ലേശങ്ങളും സഹിക്കാനുള്ള ആന്തരിക ശക്തി തന്നെ ഒന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയില ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു. ഞാൻ അതുപോലെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം എൻ്റെ കസിൻ ബ്രദർ, ഞാൻ വഴിയായിട്ട് ഉടമ്പടി എടുത്താണ്, ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുപ്പിച്ചാണ്. ആ ബ്രദർ എൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്ക് ഇത്രയും സങ്കടം, നിനക്ക് ഒരുപാട് അനുഗ്രഹം മാതാവ് തന്നില്ലേ, എന്നിട്ട് നീ എന്തെയും മാതാവിനെ മറന്ന് സാക്ഷ്യം പറയാത്ത, അത് പോയി പറഞ്ഞാലേ നിനക്ക് ഇനി എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ മാറുള്ളൂ, നീ ആദ്യം പോയി അത് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്ന് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറയുകയാണ്. എൻ്റെ ഭാഗത്ത് നന്നായ തെറ്റുകൾക്ക് ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ തന്ന അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുകയാണ്.